ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം മക്കളെ. ഇപ്പോൾ നമ്മളെവിടെയാണെന്നറിയോ? തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലാണ്. തെങ്കാശി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ രാവിലെ കോട്ടയത്ത് നിന്ന് പോന്നു. 7:30 പോകുന്നതാണ്. അപ്പം കോട്ടയം തെങ്കാശി ബസ്സിൽ ഇവിടെ വന്നു. 11:30 ഇവിടെ വന്നു. ഇപ്പോൾ നമ്മളിനി തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ 2:30 ആയി. ഇപ്പോൾ നമുക്ക് ഈ ഗുരുവായൂർ, മധുരയിൽ നിന്ന് ഗുരുവായൂർ പോകുന്ന ട്രെയിനിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. മധുരയിൽ നിന്ന് ഗുരുവായൂർ വരെ പോകുന്ന ട്രെയിനാണിത്. ട്രെയിൻ നമ്പർ 1632. എല്ലാ ദിവസവും ഓടുന്ന ട്രെയിനാണ്. ഈ ട്രെയിന് 2 സ്ലീപ്പർ ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ജനറൽ കമ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. ഈ വണ്ടി ഉച്ചയ്ക്ക് 11:35 മധുരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2:15 ആകുമ്പോഴത്തേനും നമ്മുടെ തെങ്കാശിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതലും ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. വലിയ ട്രെയിനുകളല്ല, ചെറിയ ട്രെയിനാണിത്. ഏകദേശം 15 ബോഗികൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിലിനി കോട്ടയം വരെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കൊട്ടാരക്കര വരെയുള്ള യാത്രയാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുവരെ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരുപാട് യാത്രക്കാർ ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ നമുക്കറിയാം ഒരുപാട് പാസഞ്ചർ ട്രെയിനുകൾ പകൽ തന്നെ ഓടുന്നുണ്ട്. കേരളത്തിലെ പോലെയല്ല. അത് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ഇതിപ്പോൾ ഏകദേശം പാസഞ്ചർ ട്രെയിൻ പോലെ തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉടൻ തന്നെ അവിടെ നിന്ന് എടുത്തു. ഇച്ചിരി താമസിച്ചാണ് പോകുന്നത്. 2:15 ഇവിടെ 2:45 ഇവിടുന്ന് ട്രെയിൻ എടുക്കുമ്പോൾ. ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വിടുമ്പോൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. കാരണം കേരളത്തിൻ്റെ മലനിരകളാണ് കാണുന്നത്. അതിനിപ്പുറത്ത് കൃഷി പ്രദേശങ്ങളാണ്. ഇപ്പോൾ കൃഷി അവിടെ അധികം കാണുന്നില്ല. ഞങ്ങൾ ചെല്ലുന്തോറും നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ കൃഷികൾ കാണാൻ പറ്റും. വാഴയും തെങ്ങും ഒക്കെ ഉള്ള ഒരുപാട് പ്രദേശങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ നമുക്ക് മനോഹരങ്ങളായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു യാത്രയാണ്. കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഏർക്ക് വേണമെങ്കിലും രാവിലെ ഒരു 7:30 ബസ്സിന് പോകുകയാണെങ്കിൽ കൃത്യമായി ഒരു പോയാൽ ഏകദേശം ഒരു 11:30 ആകുമ്പോൾ നമുക്ക് തെങ്കാശിയിൽ എത്തിച്ചേരാൻ സാധിക്കും. അതിനുശേഷം അവിടെ നിന്ന് ഈ 2:30 ട്രെയിനിൽ ഇങ്ങോട്ട് പോകുന്ന യാത്ര പല വ്ളോഗുകളിലും നമുക്ക് പലരും പുനലൂരിൽ നിന്നും കൊല്ലത്തു നിന്നും ഇങ്ങോട്ട് വരുന്നു. ഇതിലും വളരെ മനോഹരമാണ്. ഈ കാഴ്ച കാണുമ്പോൾ, ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇനി ഓരോ വിഷ്വൽസും നിങ്ങൾക്ക് വളരെ മനോഹരമാകാം. കുറേയൊക്കെ സംസാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് വീഡിയോ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറേ മരങ്ങളും. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച മനസ്സിന് കുളിര് നൽകുന്ന ഒന്നാണ്. സഖ്യപർവ്വതത്തിൻ്റെ അപ്പുറം സൈഡാണ്, കേരളത്തിൽ നിന്ന് കാണുന്നതിൻ്റെ അപ്പുറം സൈഡാണ് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇത് നമുക്ക് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചെങ്കോട്ടയാണ്. ചെങ്കോട്ടയ്ക്കാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒരുപാട് പ്രദേശങ്ങളിൽ, തമിഴ്നാടിൻ്റെ പ്രദേശങ്ങൾ കാണാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. വളരെ മനോഹരമായ കാഴ്ചകളാണ്. അവിടെ നദികളും ചെറിയ ചെറിയ അരുവികളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായൊരു കാഴ്ചയാണിത്. കൂടുതലും നിങ്ങളിതിൻ്റെ കാഴ്ചകളിലേക്ക് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. എത്ര മനോഹരമാണ് കാഴ്ചകളെന്നൊരു ക്യാൻവാസിലൊരു പിക്ചർ പോലെയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. നമുക്കറിയാം ചെങ്കോട്ടയിൽ നിന്ന് പോകുന്ന ട്രെയിനാണ്.
തെങ്കാശിയിൽ നിന്ന് ചെന്നൈ എഗ്മോർ വരെ പോകുന്ന സിലംബ് എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. സിലംബ് എക്സ്പ്രസ് സൈഡിൽ ഒരു ട്രെയിനും കൂടെ കിടക്കുന്നുണ്ട്. ഈ ട്രെയിന് പൊതിഗൈ എക്സ്പ്രസ് എന്ന് പറയും. ചെങ്കോട്ടയിൽ നിന്ന് ചെന്നൈ എഗ്മോർ വരെ പോകുന്ന ട്രെയിനാണ്. ഇതേ റേക്ക് ഉപയോഗിച്ചാണ് നെല്ലായി എക്സ്പ്രസ് ഓടുന്നത്. നെല്ലായി എക്സ്പ്രസ് എന്ന് പറയുന്നത് തിരുനെൽവേലിയിൽ നിന്ന് ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ്. നമ്മൾ ട്രെയിൻ ഉടൻ തന്നെ പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഭഗവതിപുരമാണ്. ഇപ്പോൾ കൃത്യം 3:15 സമയമായിട്ടുണ്ട്. അല്പം താമസിച്ചാണ് ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 3:15 3:20 ഇനിയും ഇതുപോലെ ഭംഗിയുള്ള കാഴ്ചകളാണ് കാണുന്നത്. സിലംബ് എക്സ്പ്രസ് അവിടെ കിടക്കുന്നു. വൈകുന്നേരമാണ് ഇത് തിരിച്ചു പോകുന്നത്. അങ്ങനെ നമ്മൾ ചെങ്കോട്ടയിൽ വിട്ട് പോരുകയാണ്. എല്ലാം ഗ്രാമങ്ങളിലുള്ള സ്റ്റേഷനാണ്. എല്ലാം വളരെ മനോഹരമായ കാഴ്ചകളാണ് അതുകൊണ്ട് കാണാനുള്ളത്. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓടിയ ക്ലാരിറ്റിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും കാഴ്ചകൾ ശ്രദ്ധിക്കുക. നല്ല രസമാണ് ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ എഞ്ചിനിങ്ങനെ പോകുന്നത് കാണുന്നത്. അതിപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അതിലൂടെ നോക്കി ഇഷ്ടമാണ്. എത്ര പറഞ്ഞാൽ ഇഷ്ടമുള്ളതെങ്കിൽ കാഴ്ചയാണല്ലേ നോക്കുക. എത്ര മനോഹരമായ രസകരമായ മലയിലേക്ക് ട്രെയിനിങ്ങിന് പോകുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ ഒരു ഭഗവതിപുരം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരികയാണ് നമ്മൾ. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാണ്. എത്ര മനോഹരമായിരിക്കും സ്ഥലമാണ്. തെങ്ങും ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്ര മനോഹരമായൊരു ഭംഗിയാണ്. എല്ലായ്പ്പോഴും ഇതുപോലുള്ള യാത്രകൾ പോകേണ്ടതാണ്. ചെറിയ ചിലവിൽ നമുക്കിത് കോട്ടയത്ത് നിന്ന് ഇവിടെ ഇപ്പോൾ പറയാനുള്ളത് അതാണ്. ഈ ചെങ്കോട്ടയിൽ നിന്ന് 85 രൂപ മാത്രമേ ഉള്ളൂ കോട്ടയം വരെയുള്ള ടിക്കറ്റ് ചാർജ്. വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് വളരെ മനോഹരമായ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിരിക്കേണ്ട ഒരു ഭംഗിയുള്ള സ്ഥലമാണിത്. നമ്മുടെ തന്നെ കേരളത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളുകൂടിയാണിത്. സമയം 4:01 ആയിരിക്കുകയാണ്. എന്ത് മനോഹരമായ കാഴ്ചകളാണ്. നമ്മൾ ഏറ്റവും മുമ്പിലാണ് ഏകദേശം. അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളുടെ ഒരു പ്രത്യേക സുഖം തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് മനോഹരമായ കാഴ്ചകളാണെന്ന് നോക്കുക. എത്ര മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണെന്ന് നോക്കുക. കണ്ടു പാടവും ഒക്കെയുള്ള മനോഹരമായ ഒരു ഗ്രാമം. ശരിക്കും ഇതൊക്കെ ഒന്ന് കണ്ടു തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കരമായൊരു കുളിർമ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണിത്. ചെറിയ ദൂരേന്ന് വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഓടുന്ന ട്രെയിനാണ്. ഗുരുവായൂരിൽ നിന്നും മധുരയിലേക്ക് പോകുന്ന ഗുരുവായൂർ മധുര എക്സ്പ്രസ് ആണത്. വളരെ പയ്യെ അതിന് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. മലയോട് ചൂടിൽ നിന്ന് വരുന്ന പോലെ ഒരു ഫീലാണ്. നല്ല കാഴ്ചയിൽ നല്ല രസകരമായ ഒരു കാഴ്ച കൂടിയാണിത്. നമ്മൾ ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്.
ആര്യങ്കാവാണ് അടുത്ത സ്റ്റേഷൻ. ഇതിനിടയിൽ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഇനിയാണ് നമ്മൾ കാണാനുള്ളത്. ആര്യങ്കാവിൽ പോകുന്നതിനിടയ്ക്ക് നമുക്ക് 3 തുരങ്കങ്ങളുണ്ട്. അതിലേക്ക് കാഴ്ചകളാണ് ഇനി മുന്നോട്ട് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ട് കാഴ്ച? അടിപൊളിയല്ലേ? സൂപ്പർ കാഴ്ചകളാണ് ഇനി മുന്നോട്ടുള്ളത്. എല്ലാവരും കാണുക, ഇതിലെല്ലാം കാണുക. നല്ല മനോഹരമായ കാഴ്ചയാണ് ഞാൻ കൊണ്ടുവരുന്നത്. കാണുക. നിലവിൽ വളരെ പയ്യാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായ ഒരു കാഴ്ചയാണിത്. ഇത്രയും കാടും മേടും കിടന്ന ഈ 2 വശത്തും മല നിരകളും അതിൻ്റെ കൂടെ നല്ല സസ്യലതാദികളുമുള്ള ഈ കാഴ്ച വളരെ മനോഹരമാണ്. നമുക്ക് കാണണമെങ്കിൽ പകൽ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോഴാണ് ഇത്രയും നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുക. കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടി അതത്ര അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നമ്മുടെ ഇതിൽ ഓടുന്ന പല ട്രെയിനുകളും രാത്രിയിലാണ് സ്ഥലങ്ങളിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ എപ്പോഴും ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ വൈകുന്നേരം നമുക്കൊരു സമയത്ത് കോട്ടയത്ത് എത്താനും എളുപ്പമുണ്ട്. നല്ല 9:30 ആകുമ്പോഴത്തേനും കോട്ടയത്ത് വരും. യാത്രയുടെ തനതായ ഭംഗി പോകാതിരിക്കാൻ വേണ്ടിയാണ് അധികം കട്ടുകൾ ഒഴിവാക്കി കുറച്ചുകൂടി ലെങ്തായി പോയി വീഡിയോ. എങ്കിലും അതിൻ്റെ ഒരു ഫീല് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക തന്നെ വേണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ക്ലിയറായിട്ട് ഈ വീഡിയോ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മൾ ഉടനെ തന്നെ അരയങ്കാവ് ടണൽ അല്ലെങ്കിൽ അരയങ്കാവ് പുളിയറ കോട്ടവാസൽ ടണൽ എന്ന് പറയുന്ന ടണലിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണലാണ്. ഇത് തമിഴ്നാടിനും കേരളത്തിനും ഇടയിൽ ഒരു ബോർഡറായിട്ടാണ് ശരിക്കും. ഈ ടണൽ കടന്ന് അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ കേരളമാണ്. ഇതിന് 891 മീറ്റർ നീളമുണ്ട്. ഇതിൻ്റെ പണി നടന്നത് 1901 പണി തുടങ്ങി 1903 അവസാനിച്ചതാണ്. ഏകദേശം നല്ല സൗണ്ടാണ്, ആളുകളെല്ലാം കൂവുന്നുണ്ട്, നല്ല രസകരമാണ്. ഏകദേശം
ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് നീളമുണ്ട്, 891 മീറ്ററുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്താണ് ഇത് അപ്പുറത്ത് കടക്കുകയുള്ളൂ. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച കൂടിയാണിത്. ഇരുട്ടത്ത് വളരെ രസകരമായിട്ട് കടന്നു പോവുകയാണിത്. കേരളത്തിൽ മഴയാണ്, അതുകൊണ്ട് കാലാവസ്ഥ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം തെളിഞ്ഞ സ്ഥലമായിരുന്നു അവിടെ. അപ്പോൾ നമ്മളിനി ഇത് കഴിയുമ്പോൾ കേരളത്തിൽ മഴയാണ് എന്നാണ് അറിയുന്നത്. കണ്ടില്ലേ, മഴയും ഇതായി നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതയാണിത്. നല്ല മഴയൊക്കെ ആയിട്ട് ഇവിടെ ഒരു കാലാവസ്ഥ, തമിഴ്നാട്ടിൽ വേറൊരു കാലാവസ്ഥ. 1 കിലോമീറ്റർ ഇങ്ങ് മാറിയുള്ളൂ മലയുടെ അടിയിൽ കൂടി വേറൊരു ഭൂപ്രകൃതിയിൽ എത്തിച്ചേർന്നു. ഇനി കേരളത്തിൻ്റെ ഭംഗി കുറേ കാണാനുണ്ട്. ഇനി ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനാണ്. അതിന് കേരളത്തിലെ ആദ്യത്തെ സ്റ്റോപ്പാണ് ഈ ട്രെയിൻ. വളരെ ഇനി കൂടുതൽ ഇറക്കമാണ്, നമുക്ക് നല്ല കൂടിയ ചീപ്പായിട്ട് അവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കേരളം എത്ര താഴ്ന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഇറക്കം മുഴുവൻ നമ്മൾ അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് മുഴുവൻ താഴ്ന്ന രീതിയിലുള്ള പ്രദേശമാണ് കാണുന്നത്. അപ്പോൾ അത് മുന്നോട്ട് ഇതിലും ഭംഗിയാണ് കാഴ്ചയിൽ. അപ്പോൾ നമ്മൾ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായ ആര്യങ്കാവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിൻ്റെ കാഴ്ച തന്നെ വളരെ മനോഹരമാണ്. താഴത്തെ ഭൂപ്രകൃതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയാണ് കേരളത്തിലേക്ക് എത്തുമ്പോൾ. ചുറ്റും മലകളുള്ള ഒരു പ്രദേശം. ഇവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. നമ്മുടെ കാഴ്ചകൾ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ മരങ്ങളും പോലും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത്ര ഉയരത്തിലാണ് നമ്മുടെ സ്റ്റേഷൻ വരെ സ്ഥിതി ചെയ്യുന്നത്. ലെവൽ ലൈൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, താഴെ കൂടിയാണ് റെയിൽവേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ചെങ്കോട്ട പാത തൊട്ടുതായാണ് താഴെ കൊടുത്ത് നമുക്ക് പല സ്ഥലങ്ങളിൽ വെച്ച് കാണാനായിട്ട് സാധിക്കും. ആ വഴിയാണ് താഴെ കാണുന്നത്. ഇവിടെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഞങ്ങൾ ഏകദേശം കൊട്ടാരക്കര വരെ ഏകദേശം ഈ രീതിയിലുള്ള കൊട്ടാരക്കര ആകുമ്പോഴേ ഉള്ളൂ ഇനി ഏകദേശം നമ്മൾ ഒരു സമതലത്തിലേക്ക് എത്തുകയുള്ളൂ. അത്രയും നേരം നമുക്കൊരു ഇറക്കമാണ്. വളരെ പിടിച്ച് ട്രെയിൻ ഇറങ്ങുകയാണ്. നമ്മൾ പല ഊട്ടിയിലൊക്കെ പോകുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, ആ ഭംഗിയുടെ അത്രയും വരത്തില്ല എങ്കിൽ കൂടി അതൊരു നമ്മുടെ നാട്ടിലെ ഒരു വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇത് കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന ഒരു ലൈൻ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന വളരെ സിംഗിൾ ബ്രോഡ് ഗേജ് ആയിരുന്നു, മീറ്റർ ഗേജ് ആയിരുന്നു, ബ്രോഡ് ഗേജായി മാറ്റിയതാണ്. ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷനും പൂർത്തിയായിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ന്യൂ ആര്യങ്കാവ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 4:30 ആയി.
4:20 സമയം ഇതിൽ കടന്നു വരുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെയും ഒരു വളഞ്ഞ ഒരു കേവ്ഡ് ആയിട്ടുള്ള സ്റ്റേഷനാണ്. ഇതിന് പുറകിലും മലനിരകളാണ് 2-3 സൈഡിലും. നമ്മൾ ഈ വരുന്ന വളരെ ഭംഗിയുള്ള ഈ സ്ഥലം ഇതിൻ്റെ 3 സ്ഥലത്തും 3 ഭാഗങ്ങളിലും മലയാണ്. ചെറിയൊരു ഇടവിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. മനോഹരമായ കാഴ്ചയാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം താമസമുണ്ട്. അതുകൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മൾ കാഴ്ചകളാണ്. ഒരു കേർവ്ഡ് സ്റ്റേഷനാണ്. എത്ര രസകരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കുക. എത്ര മനോഹരമായൊരു കാഴ്ചയാണ്. നമുക്ക് മനസ്സിൽ സന്തോഷം തരുന്ന എത്ര വലിയ സ്ട്രെസ് റിലീഫ് ഉണ്ടാകുന്ന ഒരു യാത്ര കൂടിയാണ്. ഇത് ഉടൻ തന്നെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. മുന്നോട്ടുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ലൂപ്പിൽ നിന്ന് കയറി നമ്മൾ മെയിൻ ലൈനിൽ കയറിയിരിക്കുകയാണ്. ഇനി അടുത്തായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എടപ്പാളയം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് ഇത്രയും ഞാൻ കുറച്ചുകൂടി കട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷേ അധികം കട്ട് ചെയ്യുന്നില്ല. കാരണം ഇത്രയും മനോഹരമായ ഒരു ട്രിപ്പ് താഴെ കൂടെ ഒക്കെ വണ്ടി പോകുന്നത് കാണാൻ സാധിക്കും. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂറ്റിയും മനോഹാരിതയും നഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ കാണുക. നമ്മളിപ്പം എടപ്പാളയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതൊക്കെ എത്ര മനോഹരമായ ഒരു കാഴ്ചയാണല്ലേ. നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമാണെന്ന് മനസ്സിലാകുന്നത് നമ്മൾ ഇങ്ങനത്തെ യാത്രകളിലൂടെയാണ്. എത്ര രസകരമായ കാഴ്ചകളാണ്. നമ്മുടെ ചാനലിലൂടെ ഇനിയും ഇതുപോലുള്ള കാഴ്ചകൾ വളരെ വ്യക്തമാകും. വളരെ ടെക്നിക്കലി എത്രമാത്രം വിവരങ്ങൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും മനസ്സിന് മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, കാഴ്ചയുടെ പുതിയ വസന്തങ്ങൾ തേടിയുള്ള എൻ്റെ യാത്രയുടെ കൂടെ നിങ്ങളും ഉണ്ടാവണം. ഇതാണ് എടപ്പാളയം എന്ന് പറയുന്ന സ്റ്റേഷൻ. ചെറിയ പൈസയ്ക്ക് നമുക്ക് വലിയ ആനന്ദം കിട്ടുന്ന ഒരു യാത്ര കൂടിയാണ്. കേരളത്തിൽ ഒരുപാട് ദൂരമൊന്നും പോകണ്ട. വളരെ അടുത്ത് തന്നെയുള്ള ഈ സ്ഥലങ്ങളിൽ ഇതേന്ന് റെയിൽവേ സ്റ്റേഷനിൽ വഴി ഒന്ന് യാത്ര ചെയ്താൽ തന്നെ നമുക്ക് വളരെയധികം മനസ്സിന് കുളിർമ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമ്മളിനി അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കഴുതുരുത്തി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. വളരെ ഗ്രാമ്യമായ ഭംഗി, മലയാളത്തിൻ്റെ ഭംഗി കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഭംഗി നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് സാധിക്കും. കൊല്ലം ചെങ്കോട്ട പാത നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് ചേർന്നാണ് റെയിൽവേ ലൈനും പോകുന്നത്. അതിൻ്റെ മുകളിലാണ് പോകുന്നത്.
നമ്മൾ ക്യാമറയിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. നമുക്ക് സമാന്തരമായി തന്നെ വഴിയും കടന്നു വരുന്നുണ്ട്, ബസ്സൊക്കെ ഓടുന്ന വഴി. നമുക്ക് താഴെയാണ്, കുറച്ച് ചില വീഡിയോ ഭാഗത്ത് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് ചില ഭാഗത്ത് വരുമ്പോൾ മാത്രം അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നേരിട്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആസ്വാദികരമാണ്. നമ്മൾ കഴുകുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇത് റൈറ്റ് സൈഡിലാണ് സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് അങ്ങോട്ട് പോയി നമ്മൾ ഇരിക്കുന്നില്ല, അവിടെ ആളുകൾ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മാത്രം ഷൂട്ട് ചെയ്യുന്നത്. ഏകദേശം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു സൈഡിൽ വലിയ വികസനങ്ങളൊന്നും വരാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത്. നമ്മുടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കന്നഡ റെയിൽവേ സ്റ്റേഷനാണ്. ഈ വളവ് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ഈ ട്രിപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇത് കഴിഞ്ഞ് ചെല്ലുന്നതാണ്. 13 കന്നഡ പാലം എന്ന് പറയുന്ന പാലത്തിലേക്കാണ് ഇത് കഴിഞ്ഞ് ഈ പാറക്കെട്ട് കഴിഞ്ഞ് ചെല്ലുന്നത്. ഇവർ ഏകദേശം 1904 പണിത ഒരു പാലമാണ്. റെയിൽവേ ഇത് മദ്രാസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരു റെയിൽവേ പാലം കൂടിയാണിത്. ഇതിന് 13 തൂണുകളാണുള്ളത്. മുഴുവൻ കല്ലിലാണ് പണിതിട്ടുള്ളത്. ഇത് പഴയ കല്ലും ജാഗരിയും ഉപയോഗിച്ചിട്ടുള്ള പഴയ തൊക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടുള്ള ഒരു പാലം കൂടിയാണ്. അതിനു ശേഷം ഉടനെ തന്നെ ഒരു തുരങ്കമാണുള്ളത്. തുരങ്കം വളരെ ചെറിയൊരു തുരങ്കമാണ്. ഇതിൽ കൂടി പ്രവേശിക്കുകയാണ്. ഇത് കഴിയുമ്പോഴും വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇനിയുള്ളത്. ഇനി പറഞ്ഞാൽ ഒരു തുരങ്കം കൂടിയുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് വഴിയുടെ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. ഇതിനോട് ചേർന്ന് തന്നെയുള്ള രണ്ടാമത്തെ തുരങ്കമാണ്. ഇത് ചെറിയൊരു തുരങ്കം മാത്രമാണ്. ഇതിൽ കൂടിയും ഇതൊരു നല്ല രസകരമായൊരു അനുഭൂതിയാണ് നമ്മൾ ഇതിനെ കടന്നു പോകുമ്പോൾ. നമുക്ക് ഇനി അടുത്തത് നമ്മൾ കണ്ടോ ഒരു പഴയ ഒരു സ്റ്റൈലിൽ താഴെ ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്ഥലത്താണിത്. വഴി
വളരെ വൃത്തിയായിട്ടൊരു പാലം പോലെ തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. നിങ്ങളെല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് ഈ റെയിൽവേ ലൈനിൽ ഒരിക്കലെങ്കിലും എന്ന് പറയേണ്ടതാണ്. അടുത്ത ഏകദേശം 3 ഈ പാലത്തോട് ചേർന്ന് തന്നെ ഒരു 3 ടണലുകളുണ്ട്. വളരെ ചെറിയ ചെറിയ ടണലുകളാണ്. ഈ പുതിയ കാഴ്ചകൾ നല്ല ഭംഗിയാണ്. എനിക്ക് പറഞ്ഞു വീഡിയോയിൽ കാണുന്നതിന് പേര് ഭംഗിയുള്ളത് കാണാനായിട്ട് പിന്നെ എല്ലാവരും കാണാൻ വേണ്ടി വരേണ്ടതാണ്. ആയിട്ട് മഴ ഇങ്ങനെ തുള്ളിക്കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഇതും ഒരു കന്നരപ്പാലമാണ്. ഇത് 3 കന്നരപ്പാലം എന്ന് പറയുന്ന പാലമാണ്. അത് കഴിഞ്ഞു നമ്മളിപ്പം തെന്മല റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചെറിയ റെയിൽവേ സ്റ്റേഷനാണിത്, തെന്മല. നല്ല മഴയായി, അതുകൊണ്ട് നമ്മൾ ക്ലാസ്സൊക്കെ ഇട്ടു. ശേഷം ഒരു ഉടനെ തന്നെ നമുക്കൊരു വേറൊരു ടണൽ കൂടിയുണ്ട്. ടണലിലെത്തി ഒരു നല്ല മഴയായതുകൊണ്ട് വീഡിയോകൾ കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. എങ്കിലും ടണലിൽ പ്രവേശിച്ച ശേഷമാണ് നമ്മൾ ക്യാമറ ഓണാക്കാൻ പറ്റിയുള്ളൂ. നമ്മൾ ട്രെയിൻ മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്ത് ഒറ്റക്കൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഇത് കാണുന്നത്. ഒറ്റക്കൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണിത്, എത്തിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഒറ്റക്കലിൽ നമ്മൾ 5 മണിയായപ്പോൾ എത്തിയിരുന്നു. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്ത് നമുക്ക് എടമൺ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഈ സ്ട്രെച്ചിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് കാണുന്നുണ്ട്. ഇത്ര ഉയരത്തിൽ നിന്നാണ് നമ്മൾ ഏകദേശം ആ സമുദ്രനിരപ്പിലേക്ക് എത്തുന്നത്. കൊട്ടാരക്കരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഒരു നിരപ്പിലെത്തും. പുനലൂർ, ഇനി നമുക്ക് പുനലൂരുണ്ട്, കരുവാണീശ്വരം ഉണ്ട്, പുതിയുണ്ട്, കൊട്ടാരക്കരയുണ്ട്. അതുവരെയുള്ള വീഡിയോകളാണ് ഏകദേശം എടുത്തിരിക്കുന്നത്.
ചിലപ്പോൾ നമ്മൾ പുനലൂർ ചെല്ലുമ്പോൾ ഇത് അവസാനിപ്പിക്കും. എത്ര ഉയരത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഉയരം കുറഞ്ഞു, ഇറക്കം ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളടുത്തൊരു ടണലിലേക്ക് കടക്കുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ കേരളം? സൂപ്പറല്ലേ? ഇങ്ങനെ പടിഞ്ഞാട്ടാണ് പോകുന്നത്. അതുകൊണ്ട് സൂര്യൻ്റെ ഒരു ലൈറ്റ് കൃത്യമായിട്ട് ക്യാമറയിലോട്ട് പതിയുന്നുണ്ട്. എങ്കിലും ഭംഗി കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതങ്ങനെ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുകയാണ്. കുറച്ച് നേരം നിങ്ങൾ കഴിക്കുക. നമ്മളിപ്പോൾ എടമൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 5:30 സൂര്യപ്രകാശമൊക്കെ പോയി തുടങ്ങി. മാക്സിമം നമുക്ക് എടുക്കാവുന്നത്ര എടുക്കാം. എടമൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്.
ഇനി അടുത്ത സ്റ്റേഷൻ പുനലൂർ റെയിൽവേ സ്റ്റേഷനാണ്. പുനലൂർ ലക്ഷ്യമാക്കി നമ്മൾ ട്രെയിൻ പോകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പുനലൂർ ടൗണിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെത്തിയിരിക്കുകയാണ്. ഈ നദിയിലൂടെ അങ്ങേയറ്റത്ത് കാണുന്നതാണ് പുനലൂർ ബീച്ച്. കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ രണ്ട് ചെറിയ പ്രോഗ്രാമുകൾ പോലെ നിൽക്കുന്നുണ്ടാവും. ക്യാമറയിൽ എത്ര കൃത്യമായിട്ട് കിട്ടിയെന്നറിയില്ല. ഇതിലതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ലോക്കൽ പടി രണ്ട് തന്നെ സ്ലീപ്പറിലെ പെട്ടി ഒരു ബസ് ഈ വാട്ടി വീട്ടു വിഷയമൊന്നും ഉണ്ടായില്ലേ? എന്ത് വിഷയത്തിനാ?
കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനാണ്. ഇതിനുശേഷം ഞാൻ കോട്ടയം വരെ യാത്ര തുടർന്നു. പക്ഷേ അത് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നില്ല, കാരണം ഓൾറെഡി തന്നെ ഇത് അല്പം ലെങ്തിയായി, കാരണം നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ സാധാരണ കാഴ്ചകളായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇതിന് അധികം വെളിച്ചം കിട്ടുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ മനോഹരമായ കാഴ്ചകളുള്ള വീഡിയോകൾ ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. അപ്പോൾ അതിനുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല യാത്രകളും മനോഹരമായ കാഴ്ചകളും ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. ബൈ.